ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ ചെയ്തെടുത്ത ഒരു ടോപ്പാണ്. ഇത് മെറ്റീരിയൽ 60 ഒക്കെ വിടുത്ത് വരുന്നുണ്ട്. പക്ഷേ 60 ഒന്നും വേണമെന്നില്ല, നമുക്ക് 44 തന്നെ ചെയ്യാം. 3 മീറ്ററൊക്കെ മതിയാവും. ലൈനിങ്ങും 3 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ഓഫ് ഷോൾഡറും അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പിൽ നമുക്ക് ഇത് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഡിസൈൻ ക്ലോത്തിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പ്ലെയിൻ ആയിട്ടുള്ള ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ക്ലോത്ത് നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് 4 ഫോൾഡ് ചെയ്ത് വെക്കാം. 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കിനി അടുത്തത് കട്ട് ചെയ്യേണ്ടത്. യോക്ക് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. നോർമൽ യോക്ക് പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി അതിനെ നമുക്ക് വേണ്ടത് മാത്രം ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാം, എത്രയാണ് നമുക്ക് യോക്ക് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് നോക്കാം. യോക്ക് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മളിതിൽ ഫുൾ ലെങ്ത്ത്, ഇപ്പോൾ 14 യോക്കെങ്കിൽ 14 എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിൽ 8 മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്കിതിൻ്റെ താഴത്ത് വേറെയും ഡിസൈൻ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/1 ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ 8 ആണ് യോക്ക് ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ലെങ്ത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ 6.5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 6.5 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ കൂടെ എന്താ പറയുക, ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ നമ്മൾ 7 ആണ് പൊതുവേ കൊടുക്കാറ്. ഇതിൽ 7 കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ഷോൾഡർ സ്ലീവ് ഉൾപ്പെടെയാണ് നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ എന്താ പറയുക 4.5 ഇഞ്ചിൽ, ഓക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, ഒരു 4.5 ഇഞ്ചിൽ താഴ്ത്തിയിട്ടേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഷോൾഡറിൻ്റെ മേളിൽ വരും. 4.5 ഇഞ്ചായാലും കുഴപ്പമില്ല, 4 ഇഞ്ചായാലും കുഴപ്പമില്ല. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, സ്ലീവിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കണം. പൊതുവേ നമുക്ക് 7 ആണ് ഞാൻ ഷോൾഡർ എടുക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുക, ബാക്കി ഷോൾഡറിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഒരു 4 ഇഞ്ചിന് മാത്രമേ, ഇവിടെ ഒരു 4 ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ അത് മാത്രം നോട്ട് ചെയ്യാം. എന്നിട്ട് അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആർച്ച് പോലെ നമ്മൾ എങ്ങനെയാണോ ആം ഹോൾ വരയ്ക്കുക അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് സ്ലീവിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുക, കാരണം ഫ്രില്ലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. ബോഡി ഷേപ്പൊക്കെ 10 ഒക്കെ കൊടുക്കുന്നുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ നമ്മൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ഭാഗം യോക്കിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമുക്ക് ഇതേപോലെയാണ് സ്ലീവ് വരേണ്ടത്. സ്ലീവ് ഉൾപ്പെടെയായിട്ട് വരേണ്ടതാണ്. സ്ലീവും ഷോൾഡറും ഇതിൻ്റെ കൂടിയാണ് വരിക. അത് നമ്മൾ ലൈനിങ് ഒന്നും വെക്കുന്നില്ല. ഈ ഒരു ക്ലോത്തിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മുടെ മെയിൻ ക്ലോത്തിൽ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസിൽ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ, ഇത് നമ്മുടെ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കി ഇനി അതിനൊന്ന് 4 ഫോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതേപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതാ ഈ ഒരു ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഷോൾഡറിൻ്റെ ഇറക്കം, നെക്കിൻ്റെ ഇറക്കം, എന്താ പറയുക, നെക്കിൻ്റെ ഇറക്കമാണ് അവിടെ വരേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ലൈനിങ് പീസ് നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു പീസ് ഇങ്ങോട്ട് എടുക്കുക. അത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് എടുക്കുന്നത്. ഇതേപോലെയാണ് നമുക്ക് വരേണ്ടത്. സ്ലീവ് ഉൾപ്പെടെ എന്താ പറയുക, നെക്കും ഒക്കെ ഈ ഒരു പീസിൽ നമുക്ക് ആ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ് നമുക്ക് വരേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്താണ്, ഇത് സ്ലീവിൻ്റെ എന്താ പറയുക ഇറക്കം, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ്, 8 ആണോ 10 ആണോ അത് എത്രയാണെന്നുള്ളത്. ഞാൻ 10 ആണ് മാർക്ക് ചെയ്യുന്നത്, കാരണം 10 മാർക്ക് ചെയ്താൽ നമുക്ക് ഷോൾഡറെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ലീവ് ചെറുതായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മാർക്ക് ചെയ്ത് കൊടുക്കുക. 10 മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ സ്ലീവാണ് കിട്ടുന്നത്, അല്ലാണ്ട് വലിയ സ്ലീവല്ല. അപ്പോൾ ഇതേപോലെ 10ൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇറക്കം ഉണ്ടല്ലോ, ഇതാ ഈ ഒരു ഇറക്കം നമുക്ക് എന്താ പറയുക, നെക്കിൻ്റെ കറക്റ്റായിട്ട് എടുക്കണമെന്നില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കാരണം അവിടെ നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അത് ചെറുതാവും. ഞാനിതിൽ ഒരുപാട് എടുക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഫ്രില്ലൊക്കെ വരുമ്പോഴത്തേക്ക് ചെറുതാവും. അതുകൊണ്ട് ഒരു 5 ഇഞ്ചോ 6 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, മനസ്സിലായോ? അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ്, ഈ ഒരു ആം ഹോൾ നമ്മളെങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇതേപോലെയാണ് നമുക്ക് വരേണ്ടത്.
മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് അതിൽ മുന്നേ നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം ഇത് എത്രയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കതൊരു 8 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ലീവിൻ്റെ വിടുത്ത് അതെത്രയാണ് വരുന്നത് എന്നുള്ളത് ഒരു 10 ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പഫായിട്ടാണ് വരുന്നത് സ്ലീവ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതേപോലെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊക്കെ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. കാരണം അതൊക്കെ ഫ്രില്ലിട്ടിട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് അളവിൽ കിട്ടും. കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഈ ഒരു ഇതൊരു ലെങ്ത്ത് കഴിഞ്ഞ് ഇനി ഈ ഒരു ലെങ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് ഈ യോക്കിൻ്റെ താഴത്ത് ചെറിയൊരു എലാസ്റ്റിക് ത്രെഡൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ, അതിന് കൂടിയുള്ള പീസ് നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു മെയിൻ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇവിടെ താഴത്ത് വെക്കാനുള്ള പീസ്. ഇനി അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക? അത് എന്താ പറയുക, കാര്യമായിട്ട് കട്ടിങ്ങിലൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ഈ ഒരു പീസ് ഇവിടെ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് എത്ര വിടുത്ത് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതേപോലെ ക്ലോത്ത് ഞാൻ 2ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. അത് ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ മടക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര ലെങ്ത്തിൽ വേണമെന്നുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലൊരു 6 ആണ് എടുക്കുന്നത്. 6 എടുത്താലും നമുക്ക് 4 കിട്ടുള്ളൂ. 4 എന്നല്ല, ഒരു 5 എങ്കിലും കിട്ടും. കാരണം തയ്യൽ തുമ്പൊക്കെ പോവില്ല, അപ്പുറം ഇപ്പുറം തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ നമുക്കത് ചെറുതായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണോ നമ്മുടെ അളവ്, നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ എത്രയാണോ കൊടുത്തത് അതിൻ്റെ നേരെ ഡബിൾ വേണം ഇത്. കാരണം ഇത് എലാസ്റ്റിക് വെച്ചിട്ട് വരേണ്ട സംഭവമാണ്. കറക്റ്റായിട്ട് എടുക്കില്ല, നേരെ ഇരട്ടിയായിട്ട് എടുക്കണം. മനസ്സിലാവും? ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗത്തേക്ക് 30 എടുത്തിട്ടുള്ളത്, ബാക്കിലേക്ക് 30, അങ്ങനെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അളവ് അതിൻ്റെ നേരെ ഇരട്ടി എടുക്കാൻ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രില്ലൊക്കെ ഇടാൻ വേണ്ടിയിട്ടും നെക്കിൻ്റെ അവിടെയൊക്കെ കൊടുക്കാണ്ട് ഒരു ബാൻഡ് വേണം. അപ്പോൾ ആ ഒരു ബാൻഡാണ് അടുത്തത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ഒരു 4 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും 4 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ ആ ഒരു എത്രയാണോ ക്ലോത്ത് ഇരിക്കുന്നത് അത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കി വന്നത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണ്ടാന്ന് തോന്നിയാൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്ത് വരാനുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 35 ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് വിടുത്ത് എടുക്കുമ്പോൾ കറക്റ്റ് അളവ് എടുക്കാതെ ഒരു 3-4 ഇഞ്ച് കൂടുതൽ എടുക്കുക. കാരണം എലാസ്റ്റിക് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്താലും അത് ചുരുങ്ങി നിൽക്കും. അതുകൊണ്ട് കറക്റ്റ് അളവ് എടുക്കാൻ നിൽക്കണ്ട, ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ എലൈനൊക്കെ കട്ട് ചെയ്യില്ലേ, എലൈൻ ടോപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ താഴത്ത് യോക്ക് കഴിഞ്ഞിട്ട് താഴത്ത് വരാനുള്ള പോർഷനാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ കട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും ആവശ്യമുണ്ട്. സെയിം തന്നെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു പീസിൽ ഇതേപോലെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ യോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും ലൈനിങ്ങുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അങ്ങനെയുള്ളൊരു ക്ലോത്തും ആണല്ലോ, അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് വൃത്തിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും ലൈനിങ്ങുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കണ്ടില്ലേ, ഇനി നമുക്ക് സ്ലീവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം അങ്ങനെ വിട്ടിട്ട് നമുക്ക് ഈ ഒരു കോണുണ്ടല്ലോ, ഇവിടുന്ന് മുതലേ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ടു. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്ന പോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു കോണ് കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം തന്നെ കൊടുക്കുക. കണ്ടില്ലേ, 2 വശത്തും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെക്കാനുള്ള പീസ് ഫേസ് ടു ഫേസ് വരുന്ന പോലെ വെച്ചിട്ട് ഈ ഒരു കോണ് ഇങ്ങനെയും വെച്ച് കൊടുക്കുക. മനസ്സിലായോ? എന്നിട്ട് ഇതും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 വശത്തും. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ക്വയർ പോലെ നമ്മളെ നെക്ക് കിട്ടും, ഒരു സ്ക്വയർ പോലെ വരും. കണ്ടില്ലേ, ഇതേപോലെ 2 വശത്തും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ പോലെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കാണ്. ഇനിയാണ് നമുക്ക് ഫ്രണ്ട് നെക്കൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഫ്രണ്ട് നെക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 4 ഇഞ്ചിൽ ഒരു വലിയൊരു ബാൻഡ് പോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് എടുക്കുക. അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ മടക്കിയിട്ട് ഒന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇത് ഈ ഒരു സെൻറ്ററിൽ കറക്റ്റ് നെക്കിൻ്റെ സെൻറ്ററിലാണ് ഇങ്ങനെ കൊണ്ടുവയ്ക്കേണ്ടത്. മോശം വശത്ത് നമ്മളെന്താ പറയുക ലൈനിങ് വരുന്ന ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ല വശത്ത് സ്റ്റിച്ച് വരണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു അറ്റം വരയ്ക്കും വരണം. ഈ ഒരു അറ്റം വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗവും മടക്കി തയ്ക്കണം. കണ്ടില്ല, ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു അറ്റം വരയ്ക്കും കറക്റ്റായിട്ട് കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നല്ല വശത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്ന് മടക്കി നമ്മുടെ തയ്യൽ തുമ്പ് കാണാത്ത പോലെ അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. അങ്ങനെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഇത് വേണമെന്നില്ല, ഇങ്ങനെ ഹോള് വേണമെന്നില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ, മനസ്സിലായോ, ഒരു 1/4 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വിടണം. ഒറ്റ ലൈന് 1/4 ഇഞ്ചിൽ. അതിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യുക, ഒന്ന് ഇതേപോലെ ഒന്ന് ഈ ഒരു അറ്റം വരയ്ക്കും ഇവിടെ വരയ്ക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒറ്റ ലൈനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇതാണ് നമ്മുടെ പൈപ്പിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു പൈപ്പ് നമ്മൾ വളരെ ചെറുതായിട്ട് നേരിയതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാനും സൗകര്യം. എന്താ പറയുക, അത്ര എന്താ പറയുക തിക്കായിട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ അത് ഇതേപോലെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഫ്രണ്ടിലൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നെക്ക് ഡിസൈൻ വരുന്നത്. കാരണം കണ്ടില്ലേ, അതൊക്കെ ചെറുതായി വന്ന് നമ്മൾ അത് ടൈറ്റ് ആക്കുന്നതിനനുസരിച്ചിട്ട് അത് ചെറുതാവും വലുതാവും, അങ്ങനെ മനസ്സിലായോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് വരാനുള്ള ഡിസൈനൊക്കെയാണ് ഇനി നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ വരയ്ക്കും ഓക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള ഡിസൈനാണ് ഇനി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എലാസ്റ്റിക് ത്രെഡ് എടുക്കുക. ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ ബോബിനിൽ എലാസ്റ്റിക് നമുക്ക് ആ ഒരു ത്രെഡ് നമ്മൾ ഇതേപോലെ കൈ വെച്ചിട്ടാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ഡിസൈൻ ഞാൻ ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനായിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റും ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഒന്ന് വേണമെന്നുള്ള ആൾക്കാർ അതൊന്ന് കണ്ടു നോക്കുക. ഇത് ഞാനൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഈ ഒരു ഡ്രസ്സിൽ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കണം. ടൈറ്റായിട്ട് ചുറ്റണ്ട, സിമ്പിളായിട്ട് ചുറ്റുക. എന്നിട്ട് ബോബിൻ കേസിൽ നമ്മൾ നൂലിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇട്ടിട്ട്, കണ്ടില്ലേ, ഇതേപോലെ നൂലിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ നല്ല വശത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് എത്രയാണോ നിങ്ങൾക്ക് ലൈന് വരച്ചു കൊടുക്കണം, ലൈന് വരച്ചു കൊടുക്കാം. ഞാൻ ലൈനൊന്നും വരയ്ക്കുന്നില്ല, ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല വശത്ത് നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഓരോരോ ലൈനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. ഓരോരോ അറേഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പുറത്തെ എൻഡ് വരയ്ക്കും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം. ഫുള്ളായിട്ടും ചെയ്തെടുക്കണം. അത് ഇച്ചിരി സമയം എടുക്കും, എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പീസും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്ലോത്ത് വളരെ ചെറുതായി. അതുകൊണ്ടാണ് പറയുന്നത് നേരെ ഡബിൾ എടുക്കണം ക്ലോത്ത് എന്നുള്ളത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ ചെറുതായി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട്. ഇനി അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യോക്ക് പോർഷനിൽ യോക്കിനെ നല്ല വശം വെക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നല്ല വശവും വരുന്ന പോലെ വെച്ചിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക, ലൂസായിട്ടല്ല, നല്ല ഇങ്ങനെ വലിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ എൻഡ് എത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് കിട്ടണം. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ഞാൻ വലിച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അതവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കണ്ടില്ല, അതിങ്ങനെ നമ്മുടെ യോക്കും കൂടിയും ഒന്ന് ഫ്രില്ലായ പോലെ ആയി. അതങ്ങനെയാണ് വരിക. അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും യോക്ക് ഭാഗവും കൂടി ഒന്ന് ഫ്രില്ലിട്ട പോലെ വരും. ഇനി അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടിലും കൂടി സെയിം തന്നെ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ വലിഞ്ഞ് വരും. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുമ്പം ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിൻ്റെ താഴത്ത് ഫിറ്റ് ചെയ്യാനുള്ള പീസും കൂടി നമുക്ക് ഫിറ്റ് ചെയ്യണം. ഈ ബാക്കിലും ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം.
നമുക്ക് ആദ്യം തന്നെ നമ്മുടെ താഴത്തെ ഈ ബോട്ടം വരുന്ന പീസ് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടില്ലേ, ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്യണമെന്ന് ഇല്ലാന്ന് തോന്നുന്നു, കാരണം നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് അപ്പുറത്തെ ഭാഗത്ത് വരയ്ക്കും നമുക്കിത് കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ യോക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള സെയിം അതേപോലെ തന്നെ ഞാൻ ഈ ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ നല്ല വലിച്ചിട്ട് തന്നെ അതും ചെയ്ത് കൊടുക്കണം. നല്ലോണം വലിച്ച് പിടിച്ചിട്ട് വേണം അതും ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ലൂസായിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോളം എത്തില്ല, കണ്ടില്ലേ, അവിടത്തേക്ക് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിച്ച് പിടിച്ചിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാം. അതും കൂടി ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ സ്ലീവ് നമുക്ക് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, സ്ലീവിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൽ ഞാൻ എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് 2 ലൈന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രില്ല് പോലെ ആയി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് എലാസ്റ്റിക് ത്രെഡ് വെച്ച് ചെയ്യേണ്ട, എലാസ്റ്റിക് പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും എലാസ്റ്റിക് ത്രെഡ് എടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എലാസ്റ്റിക് ത്രെഡ് കൊണ്ട് ഇങ്ങനെ ഒറ്റ ലൈന് കൊടുത്ത്, അപ്പോൾ ഒറ്റ ലൈന് പോരാ, അപ്പോഴത്തേക്ക് അത്രയും ടൈറ്റായിട്ട് വരാത്തതുകൊണ്ട് ഒരു ലൈനും കൂടിയും കൊടുത്തിട്ട് അതിനൊന്നുകൂടെ ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ലൈന് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മതിയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് സ്ലീവിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സ്ലീവ് ഡിസൈന്, കണ്ടില്ലേ, ഇങ്ങനെ ഫ്രില്ലൊക്കെ വരുന്ന പോലെയാണ് സ്ലീവിൽ വരിക. ഇനി നമുക്കിതിനെ ഒന്ന് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് 2 സൈഡിലും ബോഡി ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യോക്കിൻ്റെ ഈ ഒരു എൻഡ് വരയ്ക്കും കറക്റ്റായിട്ട് ഒന്നിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാന്നേ ഉള്ളൂ. ബോഡി ഷേപ്പും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് കൂടി കാണിച്ചു തരാം. സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു, ഇതൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടൊന്ന് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയുക, ട്രൈ ചെയ്ത് നോക്കുക. ഷിഫോൺ ജോർജറ്റിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.